അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സോഷ്യൽ മീഡിയയിൽ കാണുന്ന ചില ചിത്രങ്ങൾ, ചില വാർത്തകൾ, ചില വീഡിയോകൾ നമുക്കൊരിക്കലും മറക്കാൻ പറ്റാത്ത, അത് കാണുമ്പോഴേക്ക് നാം അറിയാതെ അങ്ങ് കരഞ്ഞു പോകുന്ന ചില രംഗങ്ങളൊക്കെ ഉണ്ട്. ഈ ഒരു ചിത്രം കാണുമ്പോൾ നമ്മുടെ മനസ്സിന് വല്ലാണ്ട് വേദനയും വല്ലാണ്ട് സങ്കടപ്പെടുകയാണ്. കണ്ടു നിൽക്കാൻ സഹിക്കാൻ പറ്റാത്തൊരു രംഗമാണ്. വലിയ സന്തോഷത്തിൽ തൻ്റെ പ്രിയപ്പെട്ട ഭർത്താവിൻ്റെ കൂടെ മധുവിധു ആഘോഷത്തിന് സന്തോഷത്തോടു കൂടി വന്ന പെൺകുട്ടിയാണ്. വിവാഹം കഴിഞ്ഞ് 6 ദിവസമേ ആയിട്ടുള്ളൂ. കയ്യിൽ ഇട്ട ആ മൊയിലാഞ്ചിൻ്റെ ചുവപ്പ് മാറുന്നതിൻ്റെ മുമ്പ് വിധവയാവുക എന്ന് പറയുമ്പോൾ, അതും നിൻ്റെ മതമേതെന്ന് ചോദിച്ചുകൊണ്ട് കൺമുമ്പിൽ വെച്ച് തന്നെ ഭർത്താവിനെ കൊല്ലുന്ന രംഗം ഒരാൾക്കും സഹിക്കാൻ പറ്റാത്ത ഈ ഒരു ചിത്രം കാണുമ്പോൾ നമ്മുടെ മനസ്സിലുണ്ടാകുന്ന സങ്കടം. കൊന്നവരാകട്ടെ മുസ്ലിം. നിരപരാധിയായ ഒരു മനുഷ്യനെ കൊല്ലുന്നവനെ ഒരിക്കലും മുസ്ലിം എന്ന് വിളിക്കാൻ പാടില്ല. അവൻ എങ്ങനെയാണ് മുസ്ലിമാകാൻ കഴിയുക? പരിശുദ്ധമായ ദീനിൻ്റെയും ഒരു നിരപരാധിയായ ഒരു മനുഷ്യനെ കൊല്ലുന്നവനെ വിളിക്കേണ്ട പേര് തീവ്രവാദി, തനി തീവ്രവാദി. അത്തരക്കാരെ ഒരിക്കലും, ഞാനൊരു മുസ്ലിമാണ്, ഇന്ത്യക്കാരനാണ്, എൻ്റെ മതത്തെ അപമാനപ്പെടുത്തുന്ന അവൻ എൻ്റെ മതത്തിൻ്റെ ശത്രുവാണ്, അവൻ മുസ്ലിമിൻ്റെ ശത്രുവാണ്, അവൻ പരിശുദ്ധ ഖുർആനിൻ്റെ ശത്രുവാണ്. എൻ്റെ രാജ്യത്തെ അപകടപ്പെടുത്തുന്നവൻ എൻ്റെ രാജ്യത്തിൻ്റെ ശത്രുവാണ്. പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വതആല നിരപരാധികളെ കൊല്ലുന്നവരെക്കുറിച്ച് വളരെ ഗൗരവത്തോടു കൂടി അവർ വിശുദ്ധ ഖുർആൻ്റെ ശത്രുവാണ് എന്ന് പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വതആല ഒരുപാട് സ്ഥലങ്ങളിൽ വിശുദ്ധ ഖുർആൻ്റെ 5-ാം അധ്യായം 32-ാമത്തെ വചനത്തിൽ അൽ മാഇദ സൂറത്തിൽ അല്ലാഹു പറയുകയാണ്, മൻ ഖതല നഫ്സൻ ബിഗൈരി നഫ്സിൻ ഔ ഫസാദിൻ ഫിൽ അർള് ഫകഅന്നമാ ഖതല الناس ജമിയൻ വമൻ അഹ്യാഹ ഫകഅന്നമാ അഹ്യ الناس ജമിയൻ. മൻ ഖതല നഫ്സൻ, ഒരാൾ കൊന്നു, ബിഗൈരി നഫ്സിൻ, ഒരു നിരപരാധിയായ ഒരാളെ, ഫകഅന്നമാ ഖതല الناس ജമിയ, ലോകത്ത് മുഴുവൻ ജനങ്ങളെ കൊന്നവനെ പോലെയാണ്, മുഴുവൻ ജനങ്ങളെ കൊന്ന ശിക്ഷയാണ് അവനക്ക് ലഭിക്കുന്നത്. വമൻ അഹ്യാഹ, ഒരാൾ ജീവിപ്പിച്ചു, ഫകഅന്നമാ അഹ്യ الناس ജമിയ, ലോകത്തുള്ള മുഴുവൻ ആളുകളെയും സംരക്ഷിച്ച പ്രതിഫലമാണ്. വിശുദ്ധ ഖുർആൻ പലയിടങ്ങളിലും വലാ തഖ്തുലു നഫ്സല്ലതി ഹറമല്ലാഹു ഇല്ലാ ബിൽ ഹഖ് വമൻ ഖതല മദ്ലൂമൻ. വിശുദ്ധ ഖുർആൻ 17-ാമത്തെ അധ്യായം 33-ാമത്തെ വചനത്തിൽ അൽ ഇസ്രാ സൂറത്തിൽ പറയുന്നു, വലാ തഖ്തുലു, നിങ്ങൾ കൊല്ലുകയും ചെയ്യരുത്, അൻ നഫ്സ, ആത്മാവിനെ, അല്ലത്തി ഹറമല്ലാഹു ഇല്ലാ ബിൽ ഹഖ്, അന്യായമായി ഒരു ആത്മാവിനെ ഒരിക്കലും കൊന്നുപോകരുത്. ഒമൻ ഖുതില മദ്ലൂമൻ. വിശുദ്ധ ഖുർആൻ പറയുകയാണ്, ഒരു നിരപരാധിയായ ഒരാളെയും കൊന്നു. എത്ര സ്ഥലങ്ങളാണ് വിശുദ്ധ ഖുർആൻ ഇതിനെക്കുറിച്ച് പറയുന്നത്. വല്ലദീന ലാ യദ്ഊന മഅല്ലാഹി ഇലാഹൻ ആഖർ വലാ യഖ്തുലൂന അൻ-നഫ്സല്ലതി ഹറമ ഇല്ലാ ബിൽ ഹഖ്. വല്ലദീന ലാ യദ്ഊന, ഒരു വിഭാഗം, ലാ യദ്ഊന മഅല്ലാഹി, അവർ അല്ലാഹുവിനെ അല്ലാതെ ആരാധിക്കുകയില്ല, ഇലാഹൻ ആഖറ, മറ്റൊരു ഇലാഹിനെ, അങ്ങനെ പറഞ്ഞാൽ മുസ്ലിമീങ്ങൾ. വലാ യഖ്തുലുൻ നഫ്സ, അവരൊരിക്കലും ഒരാളെയും കൊല്ലുകയില്ല, അല്ലത്തി ഹറമല്ലാഹു ഇല്ലാ ബിൽ ഹഖ് വലാ യസ്നു എന്നാണ് വിശുദ്ധ ഖുർആൻ പറയുന്നത്. അന്യായമായി ഒരു നിരപരാധിയെയും ഒരു മുസ്ലിം ഒരിക്കലും കൊല്ലുകയില്ല, അവനൊരിക്കലും മുസ്ലിം എന്ന് പറയാനും പറ്റൂല. അങ്ങനെ ഒരാൾ ഒമയ്യഫൽ ദാലിക, അങ്ങനെ ഒരു നിരപരാധിയായ ഒരാളെ കൊന്നാൽ, മതം ചോദിച്ചുകൊണ്ട് അങ്ങനെ കൊന്നാൽ, യൽഖ അസാമ എന്ന് വിശുദ്ധ ഖുർആൻ പറയുകയാണ്, അവൻ കാണുക തന്നെ ചെയ്യും, ആ കുറ്റത്തെ, ശിക്ഷയെ അവൻ അനുഭവിക്കുമെന്നാണ്. ഒരു സ്ഥലത്ത് ഖുർആൻ പറയുന്നു, സൂറത്ത് അൻആമിൽ പറയുകയാണ്, കുൽ തആലൗ, കുൽ നബിയെ പറയുക, തആലൗ, നിങ്ങൾ വരിക, ഉത്ലു, ഞാൻ നിങ്ങൾക്ക് ഓതിത്തരാം, മാ ഹറമ റബ്ബുക്കും, നിങ്ങൾക്കുള്ള റബ്ബ് ഹറാമാക്കിയത്, അലൈക്കും, നിങ്ങളുടെ മേലെ, അല്ലാ തുശ്രികു ബിഹി ഷൈഅൻ വബിൽ വാലിദൈനി ഇഹ്സാന വലാ തഖ്തുലു ഔലാദക്കും മിൻ ഇംലാക്കിൻ
നഹ്നു നർസുഖുക്കും വഇയ്യാഹും വലാ തഖറബുൽ ഫവാഹിഷ് മാ ളഹറ മിൻഹ വമാ ബത്തൻ വലാ തഖ്തുലുൻ നഫ്സല്ലതി ഹറമല്ലാഹു. നബിയെ, അള്ളാഹു അറാമാക്കിയ കാര്യങ്ങളെക്കുറിച്ച് ഞാൻ പറഞ്ഞു തരുന്നു എന്ന് വിശാലമായി വിശദീകരിച്ചുകൊണ്ട് പറയുന്നു, വലാ തഖ്തുലു ഔലാദക്കും, നിങ്ങളെ കുട്ടികളെ നിങ്ങൾ കൊല്ലരുത്, മിൻ ഇംലാക്കി, ദാരിദ്ര്യത്തെ പേടിച്ച്, നഹ്നു നർസുഖുക്കും, നിങ്ങൾക്ക് റിസ്ക് നൽകുന്നത് ഞാനാണ്. എന്നിട്ട് പറയുന്നു, വലാ തഖ്തുൽ നഫ്സല്ലതി ഹറമല്ലാഹു, അള്ളാഹു നിഷിദ്ധമാക്കിയ ഒരു ആത്മാവിനെയും കൊന്നുപോകരുത്. ഒരുപാട് സ്ഥലങ്ങളിൽ, ഒരു സ്ഥലത്ത് വിശുദ്ധ ഖുർആൻ പറയുന്ന ഇങ്ങനെയാണ്, വഖാതിലൂ ഫീ സബീലില്ലാഹി അല്ലദീന യുഖാതിലൂനകും വലാ തഅ്തദൂ ഇന്നല്ലാഹ ലാ യുഹിബ്ബുൽ മുഹ്തദീൻ. ഒരിക്കലും അതിക്രമം ചെയ്യരുത്, അതിക്രമം അള്ളാഹു ഇഷ്ടപ്പെടുകയില്ല എന്നാണ്. പരിശുദ്ധമായ ഖുർആൻ എതിരെ പ്രവർത്തിക്കുക, എന്നിട്ട് അവർ മുസ്ലിമാണെന്ന് പറയുക, ഒരിക്കലും അവർ മുസ്ലിമല്ല, പരിശുദ്ധമായ ഖുർആൻ്റെയും ഇസ്ലാമിൻ്റെയും ശത്രുക്കളാണ്. അവർക്ക് കടുത്ത ശിക്ഷ തന്നെ കൊടുക്കേണ്ടതുണ്ട്. തീർച്ചയായും ഈ ലോകത്തല്ലെങ്കിൽ പരലോകത്ത് അവർക്ക് ശിക്ഷ ലഭിക്കുമെന്നാണ്. മുസ്ലിം ഒരിക്കലും ഇത്തരത്തിലുള്ള പ്രവൃത്തി ചെയ്യുകയില്ല. അവരൊരിക്കലും മുസ്ലിം എന്ന് വിളിക്കരുത്, അവർ തീവ്രവാദികളാണ്. അള്ളാഹു നമ്മുടെ രാജ്യത്തെ ഈ തീവ്രവാദികളിൽ നിന്ന് അള്ളാഹു കാത്ത് രക്ഷിക്കട്ടെ. ഈ ഒരു രംഗം, ഈ സഹോദരിയുടെ ഒരു രംഗം കാണുമ്പോൾ എൻ്റെ പ്രിയപ്പെട്ടവരെ എത്ര വലിയ സങ്കടമാണ്. അങ്ങനെ എത്ര ആളുകളെയാണ് മതമേതെന്ന് ചോദിച്ചുകൊണ്ട് കൊന്ന് പിന്നെ മുസ്ലിമിൻ്റെ പേരിൽ അറിയപ്പെടുന്നത്. ഇവർ നമ്മുടെ രാജ്യത്തിന് അപകടമുണ്ടാക്കുന്നവർ, അവർ മുസ്ലിമുകളുടെയും ശത്രുവാണ്. അള്ളാഹു കാത്ത് രക്ഷിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.